ഹായ് ഹലോ ഫ്രണ്ട്സ്, കൃഷ്ണസൂര്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇത് മൂന്നുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും തന്നെ റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. മൂന്ന് സെക്ഷനായിട്ട് എടുക്കാം നമുക്ക്. ഫസ്റ്റ് കാർഡ് 6 ഓഫ് സോഡ്സ് ആണ്. ഇത് നമ്മൾ പാസ്റ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. 3 ഓഫ് കപ്സ്, ദ വേൾഡ് എനർജിയാണ്. ഇത് റിവീൽ ചെയ്യുന്നില്ല കേട്ടോ, കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. ദ വേൾഡ് ആണത്. ദ ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. ഇതാണ് പാസ്റ്റ്. ഇനി നമുക്ക് പ്രസൻറ്റ് എനർജി എടുക്കാം. 10 ഓഫ് സോഡ്സ്, ദ എംബറർ, ഡെത്ത് കാർഡ് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. 5 ഓഫ് സോഡ്സ്, ഇതാണ് പ്രസൻറ്റ്. ഇനി ഫ്യൂച്ചറിലെ 3 കാർഡുകളോട് നമുക്ക് നോക്കാം കേട്ടോ. ദ ടവർ വന്നിട്ടുണ്ട്. നയൻ ഓഫ് വാൺസ്, ഏസ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ദ സ്ട്രെങ്ത്. ഇത്രയും കാർഡുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാസ്റ്റ് പറയാം. ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇമോഷൻ ഡിസ്റ്റൻസ് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ട്, അതായത് നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ്, ഇമോഷണലി അകൽച്ച ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ ഇടയിൽ ആരോ ശ്രമിച്ചിരുന്നു, ആരോ ആ കക്ഷിയെ നിർബന്ധിച്ചിരുന്നു നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി വെക്കാനോ ഒരു ഡിഫിക്കൽട്ട് ഫേസിൽ നിന്ന് മുന്നോട്ട് പോകാനോ ഒക്കെ ഉള്ളതായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങളോടുള്ളൊരു സന്തോഷകരമായ മൊമെൻറ്റ്സ്, ഇമോഷണൽ കണക്ഷൻ, നല്ലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ആ കക്ഷിയെ നിങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു സംഭവം. അതിപ്പോൾ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇനി ചിലരുടെയെങ്കിലും കേസിൽ അവിടെ തേർഡ് പാർട്ടി നിങ്ങളായിരുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളവിടെ തേർഡ് പാർട്ടി ആയിരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ഇടപെട്ടിരിക്കാം. ആ കക്ഷിയെ അതിൽ നിന്ന് എന്താ പറയുക, അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടൊരു എനർജിയും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് ദ വേൾഡ് ആണ്. വേൾഡ് ആണ്. പിന്നെ ഫൂളും വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ് നമ്മൾ റിവീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു ചാപ്റ്റർ അവസാനിച്ചു എന്ന് കരുതിയിരുന്നെങ്കിലും പല പ്രാവശ്യം നിങ്ങൾ തമ്മിൽ ഇതിക്ക് മുന്നേ പിണക്കോ വഴക്കോ ഒക്കെ ഉണ്ടായിട്ടിരിക്കാം. അപ്പോൾ ഈ ബന്ധം അവസാനിപ്പിച്ച് നിങ്ങൾ പിണങ്ങി പിരിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ബന്ധം അവസാനിച്ചു എന്ന് തോന്നിയെങ്കിലും വീണ്ടും റീയൂണിയൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഉപേക്ഷിച്ച് കളയാനായിട്ട് പറ്റുന്ന ഒരു കണക്ഷൻ ആയിരുന്നില്ല നിങ്ങളുടേത്. അപ്പോൾ പുതിയൊരു ബിഗിനിങ്ങിൻ്റെ ഇതും കാണുന്നുണ്ട്. നിങ്ങൾ പിണങ്ങി പിരിഞ്ഞിട്ട് വീണ്ടും ഒന്നിച്ചതായിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ പാസ്റ്റിൽ.
അത്രയും കാര്യങ്ങളാണ് പാസ്റ്റ് എനർജി ആയിട്ട് ഫീലിങ്സ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. ഇനി പ്രസൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വേദന, ഡിസപ്പോയിൻമെൻറ്റ്, ഒരു പെയിൻഫുൾ എൻഡിങ് എന്ന ഫീലിംഗ് ഇപ്പോൾ വളരെ ശക്തമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എൻഡിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഒരു സെപ്പറേഷൻ പീരീഡിലാണ്. അപ്പോൾ അതിൽ ആ കക്ഷിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സങ്കടം, വേദന, എന്താ പറയുക, നെഞ്ചിൽ കുത്തിയിറക്കിയ പോലത്തെ ഒരു ഫീലിങ്സൊക്കെ ആൾക്കുണ്ട്. ഡിസപ്പോയിൻമെൻറ്റ്, ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനാണ്, ഫീലിംഗ് ആണ് ഇപ്പോൾ ആൾക്ക് ആ കാര്യത്തിൽ. പിന്നെ എംബറർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫീലിങ്സ് ഒരുപാടുണ്ടെങ്കിലും അത്രയും എന്താ പറയുക, നെഞ്ച് പുളർക്കണ വേദന എന്നൊക്കെ പറയുമല്ലോ, അത്രയും വേദന ഉണ്ടെങ്കിലും ആ ഫീലിങ്സൊക്കെ ആൾ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പിടിവാശി എന്നൊക്കെ പറയാം. ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്യില്ല എന്നൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട് കേട്ടോ. എത്രയും വേദനയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ വേണം, തിരിച്ചു വേണം, നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഒരുപാടുണ്ട്. ആ വേദന താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്താണെന്നൊക്കെയാണ് കാണുന്നത്. എങ്കിലും ആ ഫീലിങ്സൊക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയാണ്. എന്തോ ഒരു പിടിവാശിയോ എന്തൊക്കെയോ ഒരു തടസ്സമുണ്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ തോന്നും നിങ്ങളെ വിളിക്കണം, നിങ്ങളെ കാണണം, വരണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ ആ ചിന്ത, അതൊരു വാശി, ഇല്ല ഞാൻ വിളിക്കില്ല, അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ രീതിയിലുണ്ടായിരുന്ന ആ കണക്ഷൻ മാറേണ്ട ഘട്ടം തന്നെയാണത്. ആ പഴയ ഫീലിങ്സൊക്കെ ഇല്ലാതാകുന്നു എന്നതിനേക്കാൾ ഫീലിങ്സിൻ്റെ നേച്ചർ തന്നെ മാറി എന്നാണ് ഇവിടെ കൂടുതൽ ചേരുന്നത് കേട്ടോ. അതായത് ആ പഴയ രീതിയിൽ നിങ്ങളുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സ്, അതിൻ്റെ ഘടന തന്നെ മാറി എന്നാണ് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഈഗോ, ആർഗ്യുമെൻ്റ് എനർജിയൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ആരാണ് ആദ്യം മിണ്ടുക, ആരാണ് ആദ്യം വിളിക്കുക, ആരാണ് കാണാൻ വരിക, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ആരാണ് മുന്നിലേക്ക് വെക്കുക എന്നൊക്കെയുള്ളൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പ്രസൻ്റ് എനർജിയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണ്. അത് ആ കക്ഷിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ആ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ പഴയ ബന്ധത്തിൽ ഒരു എൻഡിങ് തന്നെ ഉണ്ടായി. ആ പഴയ ഫീലിംഗൊന്നും ഇപ്പോൾ ഇല്ല, അതിന് വളരെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ സെപ്പറേഷൻ പീരീഡിലേക്ക് വരില്ലല്ലോ. പിന്നെ ഒരു എന്താ പറയുക, പിടിവാശി, ഒരു കോൺഫ്ലിക്റ്റ്, ചിലപ്പോൾ ഒരു ചമ്മലും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ തന്നെ ഒരു ഞാൻ ആദ്യം മിണ്ടിയാൽ ശരിയാവില്ല, വിളിച്ചാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. പ്രസൻറ്റ് എനർജിയുടെ കാര്യമാണ് പറഞ്ഞത്. പാസ്റ്റ് എനർജിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ പിന്തിരിപ്പിക്കാനായിട്ട് ഒരാളോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വേൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു പലതവണ. ചിലരുടെ കാര്യത്തിൽ പലതവണ ഒരു എൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. വീണ്ടും റീയൂണിയൻ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് പ്രസൻറ്റിലെ കാര്യമാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഫ്യൂച്ചറിലെ കാര്യം നോക്കാം കേട്ടോ. അപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം വന്നേക്കുന്നത് ടവറാണ്, ടവർ കാർഡാണ്. അപ്പോൾ ഈ കണക്ഷനെ കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ധാരണയെ തന്നെ ഒരു സംഭവമോ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ പീരീഡൊക്കെ ആണല്ലോ. ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ പറഞ്ഞല്ലോ, ഇമോഷനൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഇപ്പോൾ ആര് മിണ്ടും ആര് വിളിക്കും എന്നുള്ളൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ കണക്ഷനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഈ ധാരണയെ തന്നെ എന്തെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ, എന്തെങ്കിലും ഒരു തിരിച്ചറിവോ ഈ പ്രശ്നങ്ങളെയൊക്കെ തകർക്കാം എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ 9 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പം അവർ വളരെ എന്താ പറയുക, ശ്രദ്ധയോടുകൂടിയായിരിക്കും
പഴയ പ്രശ്നങ്ങൾ ഒക്കെ അവരുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അത് ഇനി സംഭവിക്കാതിരിക്കാൻ, അങ്ങനെയൊന്നും ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇനി മുന്നോട്ട് നീങ്ങൂ. ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഇനി മുന്നോട്ട് വരുള്ളൂ. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തുടക്കം, പുതിയൊരു തുടക്കം, അതിൻ്റെ സൂചനയാണ് കേട്ടത്. ഇതൊരു പുതിയ അവസരം, പുതിയ തുടക്കം, വീണ്ടും ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഈ പഴയതിൻ്റെയൊക്കെ ഒരു അവസാനം ഉണ്ട്. പിന്നെ വളരെ ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തിയിട്ട് പഴയ തെറ്റുകളൊന്നും പിന്നെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വരും. നല്ലൊരു തുടക്കം, പുതിയൊരു തുടക്കം, ഒരു റീയൂണിയനോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്റ്റെപ്പിന് ഒരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ട്രെങ്ത് കാർഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. ഇത് ഫീലിങ്സിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് വളരെയധികം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇതൊരു ഇമ്പൾസീവ് റീയൂണിയൻ ഒന്നല്ല, ശ്രദ്ധയോടുകൂടി വീണ്ടും ഒരു കണക്ഷൻ റീബിൽഡ് ചെയ്യാനുള്ള സാധ്യത എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പഴയ ഇതിൻ്റെയൊക്കെ ഒരു എൻഡിങ്ങും വളരെ ശ്രദ്ധയോടുകൂടി പുതിയൊരു തുടക്കം, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കും. പുതിയൊരു നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ശ്രദ്ധയോടും എന്താ പറയുക, ക്ഷമയോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ ആയിട്ട് നിങ്ങളുടെ കക്ഷിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിട്ട് കണ്ടത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഫസ്റ്റ് ക്ലൂ ചിത്തിര നക്ഷത്രമാണ് കേട്ടോ. സെക്കൻഡ് ക്ലൂ എച്ച് എന്ന ലെറ്ററാണ്. നെക്സ്റ്റ് ക്ലൂ എ എന്ന ലെറ്റർ. വാഹനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. വാഹനങ്ങളുമായിട്ട് ബന്ധം ഉള്ളവരോ ഇഷ്ടമുള്ളവരോ ഒക്കെ ആയിരിക്കാം. ടി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. എൻ എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. എസ് ഇന്ന് ലെറ്റേഴ്സാണല്ലോ കൂടുതൽ. ആർ, ട്രിപ്പിൾ 2 വന്നിട്ടുണ്ട് കേട്ടോ. ഏഞ്ചൽ നമ്പറാണ്. അപ്പോൾ 222 എന്ന് എഴുതിയിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ, റെസിനേറ്റ് ചെയ്തവർ. 45 വന്നിട്ടുണ്ട്. കോഴിക്കോട് ഡിസ്ട്രിക്ട്. 2000 വന്നിട്ടുണ്ട് കേട്ടോ. 555 വന്നിട്ടുണ്ട്. വീണ്ടും ഏഞ്ചൽ നമ്പറാണ്. ഈ നമ്പേഴ്സ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ഡോണ്ട് ഓവർ തിങ്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓവറായിട്ട് തിങ്ക് ചെയ്യരുത് നിങ്ങൾ. അശ്വതി നക്ഷത്രം വന്നിട്ടുണ്ട്. 1990 വന്നിട്ടുണ്ട്. പൂരം നക്ഷത്രം വന്നിട്ടുണ്ട് കേട്ടോ. 37 വന്നിട്ടുണ്ട്. 1976 വന്നിട്ടുണ്ട്. എസ് വീണ്ടും വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നായിരുന്നു എന്ന് തോന്നുന്നു. 222 വീണ്ടും വന്നിട്ടുണ്ട്. ഏഞ്ചൽ നമ്പറാണ്. 1980 ലാസ്റ്റ് ക്ലൂ ഇതാണ്. അപ്പോൾ ഈ റീഡിങ്ങും ക്ലൂസും എനർജീസും എല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തെങ്കിൽ ദയവ് ചെയ്ത് ടാരോയ്ക്കും യൂണിവേഴ്സിനും താങ്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പം വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.